ഭാഗവാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉത്തമഗീതം നാലാമധ്യായത്തിന്റെ ഉത്തമഗീതം 4-ാമധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്തെ, കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരളവും, അടുത്ത് 15 ഈ തോട്ടങ്ങൾക്കൊരു നീരളവും പറ്റിപ്പോകാത്ത കിണറും ലബാനോനിൽ നിന്നും ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. ആമേൻ. കണ്ണടക്ക്. യേശുവിന്റെ നാമത്തിൽ വചനത്തിൽ കരത്തിലേൽപ്പിക്കുന്നു. വചനത്തിൽ കൂടെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുന്നവർക്ക് ആത്മപകർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പകർച്ച ഇത് കേൾക്കുന്നവരിലേക്ക് അത് വ്യാപരിക്കട്ടെ. കാത്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് ദൈവിക ആത്മീയ പകർച്ച ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാവരും നമുക്ക് കായി സ്തോത്രം. യേശുയുടെ നല്ല പിതാവേ, ആമേ ആമേ ആമേ. അവൻ വേദപുസ്തകത്തിൽ അനേകർ കാത്തിരിക്കുന്ന ഒരു ചരിത്രമാണ് അന്യഭാഷ. അന്യഭാഷ കാത്തിരിക്കുക, ചിലവർക്ക് കിട്ടാതെ കാത്തിരിക്കുന്നു. പക്ഷെ ദൈവത്തോട് വരുമ്പോ അന്യഭാഷ കിട്ടും. ഒരു മനുഷ്യൻ ആത്മീകനായി മാറ്റും ദൈവം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മാംസത്തിലുള്ളവനല്ല ആത്മാവുള്ളവനായി ദൈവം മാറ്റുന്നു. മൊത്തം ആത്മാവുള്ള മനുഷ്യൻ, മാംസമുള്ള മനുഷ്യനെ മാറ്റി ദൈവം ആത്മാവുള്ള മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ ആത്മാവും യേശുവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും കൂടെ ചേരുമ്പോ ആത്മാവായി മാറും. അവൻ ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ സ്വതന്ത്രമുണ്ട്. ദൈവത്തിന്റെ ആത്മാവില്ലാത്തത് സ്വതന്ത്രമല്ല. നമ്മളിപ്പോ വായിച്ചുള്ളൊരു വേദഭാഗ്യം ഇതിനാണ്, നീ കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടം അല്ലെ. ആ തോട്ടം സഭയെ കുറിക്കുന്ന, സഭ ഒരു തോട്ടമാ. ഇത് കെട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു കിണറുണ്ട്. ആ കിണർ ദൈവമക്കളെ കുറിക്കുന്നു. അവരെ ഉള്ളിൽ ഒരു കിണർ കിടപ്പുണ്ട്. ആ കിണറ്റിനകത്ത ജലമുള്ളത്. അവൻ ആ കിണർ മുദ്രിക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 1:14 പറയുന്നു, മലയാളത്തിൽ 13 പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നീ മുദ്രയിടപ്പെടുന്നു. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിനകത്ത് ആത്മീക ജലം കിടക്കുക. ആത്മീക ജലം മനുഷ്യന്റെ ഉള്ളിനകത്തില്ല കിടക്കുന്നത്. ക്രിസ്തു ഉള്ളിൽ വന്നാൽ ആത്മീക ജലമുണ്ടാകും. ക്രിസ്തു ഉള്ളിലില്ലെങ്കിൽ ആത്മീക ജലമുണ്ടാകില്ല. പഴയ ഏർപ്പാട്ടിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അബ്രഹാം ഒരു വലിയ കുഴി കുഴിച്ചു, അന്നത്തെ റപ്പലിസ്റ്റം വന്ന് മൂടിയിട്ടു. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ജലം കിടപ്പുണ്ട്. ഈ ഒറ്റ ജലം ദൈവമക്കളുടെ ഉള്ളിലും ദൈവദാസന്മാരുടെ ഉള്ളിലും ഈ ജലം തുറക്കപ്പെട്ടാൽ, ഇന്ന് രാത്രി മനസ്സിലാക്കരുത്, പിശാച് ദേശത്ത് നിൽക്കയില്ല, വിറയ്ക്കും, ഓടും. അത്രയ്ക്ക് ആത്മീക ജലമുള്ളിൽ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒഴുകാൻ പറ്റാതെ പിശാചാകുന്ന അനേക ദൈവദാസന്മാരെയും അനേക ദൈവമക്കളെയും അതിനെ തടുത്തു വച്ചിരിക്കുന്നു. ആ ഒഴുക്കിനെ മറച്ച് ദേശാധിപതി ശക്തികൾ ആത്മീകമാണ് ഒഴുക്കത്തളഞ്ഞ് എന്ത് ചെയ്യുന്നത്? വളർച്ചയെ കൊണ്ടുവരുന്നു. അവൻ കൃപാവരങ്ങൾ വെളിപ്പെടാതെ പഴയമായ സഭ വരുന്നു. ഇങ്ങനെയാണ് ഒരു വ്യക്തിയെ, ഒരു ദൈവദാസനെയും ദൈവമക്കളെയും പിശാചിട്ട് മുന്നിട്ട് വിടാതെ കടുത്തു വയ്ക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ മാത്രം ഒഴുകാൻ തുടങ്ങിയാൽ നിങ്ങൾ അവരെവിടെ പോയിരിക്കും. പക്ഷെ ഒഴുകാൻ പറ്റുന്നില്ല. ഇസഹാക്ക് വെളിച്ച മൂടിയിട്ടത് ഇസഹാക്ക് വരിക. വാഴ്ത്തത്ത പുത്രനായ ഇസഹാക്കിന്റെ ചിരി. നമ്മളെ പാസ്റ്റർമാർക്ക് ചിരിയിൽ നിന്നാ പിടിക്കില്ല. കരഞ്ഞാൽ ഇഷ്ടം പോലെ അവർ പിടിക്കുക. ഞാൻ പറയട്ടെ, യേശു കരയുന്നത് ഇഷ്ടമല്ല, യേശുവിനെ ഇഷ്ടമല്ല. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ബൈബിൾ പറയുന്നത്, രാജാക്കന്മാര് ദൈവമക്കളെയും ദേശത്തിൽ ഉപത്തിരിക്കുമ്പോ ബൈബിൾ 2-ാമത്തെ സംഖ്യത്തിൽ എന്ന് പറയുന്നു, സ്വർഗത്തിലിരിക്കും ചിരിക്കുന്നു, അവൻ പരിഹസിക്കുന്നു. ദൈവം ചിരിക്കത്തന്നെ ചെയ്യുന്നു. പിന്നെ എന്തിനാ ദൈവമക്കളെ കരയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്ക്, അത് കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും സഭയിൽ വന്നിരുന്നത് എങ്ങനെയായിരിക്കും? ചിലവർക്ക് ഇങ്ങനെ ഇരിക്കുന്നേ, പാസ്റ്റർമാർക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടമാണ്. അവർ ചിരിക്കുന്നത് ഇഷ്ടമല്ല. അവൻ പാസ്റ്റത്തെ മുട്ടുന്ന ഇഷ്ടമാക്കുന്നു പറഞ്ഞ ചിരി. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. സഭയിൽ സന്തോഷത്തോടിരിക്കണം. സന്തോഷത്തോടിരിക്കണം. ഇങ്ങനെ ഇതാരായിരിക്കുന്നത്? വിഗ്രഹമായിരിക്കുന്നത്. അപ്പൊ ദൈവമക്കൾ എങ്ങനെ ഇരിക്കുന്നത്?
ഇങ്ങനെ എനിക്ക് സന്തോഷത്തോടെ ഇതെന്തായി ഉള്ളിൽ സന്തോഷമായിരിക്കുന്നത്, ഉള്ളിൽ ദുഃഖമില്ല. നിങ്ങളുടെ ഉള്ളിനകത്ത് ഉറവ ഉള്ളപ്പോ, നിങ്ങളുടെ ഉള്ളിനകത്ത് ഉറവ ഉള്ളപ്പുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന ആ ഉറവ പല ഉറവയാ കിടക്കുന്നത്. ഒറ്റ ഉറവയില്ല, പലതാ കിടക്കുന്നത്. ഒരു ഉറവ മാത്രം പായുന്നതല്ല, പല ഉറവയാ നിങ്ങളുടെ ഉള്ളിനകത്തുനിന്ന് പാഞ്ഞു പോകുന്നു. പക്ഷെ നിങ്ങൾ വീട് ഇരുന്ന എങ്ങനെ കിട്ടും? നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ ഉറവകൾ പായണം. ഞാനെപ്പോൾ ചിന്തിക്കാറുണ്ട്, യേശു അത്ഭുതങ്ങൾ ചെയ്തു, നമ്മൾ അതെപ്പോലെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നാളെ കിട്ടവരാ. പ്രീസലോ, അതേപോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ അതേ ദൈവദാസന്മാരെടുക്കോ. ഒരിക്കലുള്ളവരെ ദൈവത്തിന്റെ ആത്മാവ് നിറച്ച് അവരെ കൊണ്ട് ചെയ്യിക്കണം. മോശത്ത് ദൈവം പറഞ്ഞതുപോലെ ആ മോശത്ത് പറഞ്ഞതിന് നിന്റെ ആത്മാവിന്റെ പങ്കുവയ്ക്കാൻ പറഞ്ഞു. അതേപോലെ യേശുവിനെ പങ്കുവയ്ക്കണം. യേശു എല്ലാവരും തന്നിരിക്കുന്നു. The Spirit of God. ദൈവം നിങ്ങളുടെ ഉള്ളിനകത്ത് ആത്മീക ജലമായിരിപ്പുണ്ട്. അവന് തോണ്ടുക. ഇസഹാക്ക് സ്വന്തം വാർത്തദർശനം തോണ്ടിയ അന്നത്തെ ബലിസ വന്നതിന്റെ കൂടെ അപ്പന്റെ കാലത്ത് മഴ വന്ന അപ്പന്റെ കാലത്ത് കുഴിച്ച കിണറ് ഇസഹാക്ക് ഇവിടെ തോണ്ടാൻ തുടങ്ങി. അത് തോണ്ടയ്ക്കും ഫിലിസ്തീൻ വന്ന് വീണ്ടും മൂടിയിട്ടു. അടുത്ത് വീണ്ടും തോണ്ടാൻ തുടങ്ങി, വീണ്ടും മൂടിയിട്ടു. വീണ്ടും തോണ്ടാൻ തുടങ്ങി, വീണ്ടും മൂടി. അടുത്ത് തോണ്ടവർ വന്നില്ല, അവര് പ്രശ്നത്തിന് വന്നില്ല. അതിന് റഹോബത്ത് അപ്പോ മനസ്സിലാക്കേ, ഈ ആത്മീകതരം നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. ഇതൊന്ന് വെളിപ്പെടുന്നത് ചിന്തിച്ചോക്കെ. നിങ്ങളുടെ ഉള്ളിൽ ഈ ആത്മാവിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കി കേട്ടാ. അത് വേറെ ലെവലാ പോകും. നിങ്ങൾ ഒഴുകാൻ പറ്റാത്ത അവസ്ഥ. അവൻ ആരാധിക്കുക മാത്രം നമ്മൾ ആൾക്കാർക്ക് ഭയങ്കര ഒഴുക്ക. വീട്ടിൽ പോകുമ്പോ ഒഴുക്കില്ല. എന്താ പറ്റി? ആരാധിക്ക ആ വെളിയിൽ പാസ് വരുമ്പോ ഭയങ്കര ഒഴുക്കുണ്ടാകുന്നു. വീട്ടിൽ പോകുമ്പോൾ ഒഴുക്കൊന്നും വരുന്നില്ല. എന്താ വരാത്ത കാരണം? ആത്മീക നദികള് അവൻ ഒഴുകപ്പെടണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മീക ദാഹമുണ്ടല്ലോ, ദാഹമുള്ളവർ എന്റെ ഒരു ജലത്തിന് ഊറ്റും. അവൻ ദാഹനത്തിന് ജലത്ത് ഊറ്റും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദാഹമുണ്ടായിരിക്കണം. സഭകൾക്ക് ദാഹമില്ല, ഇളയോർക്ക് സഭയ്ക്ക് വിശ്വാസികൾക്ക് ഇഷ്ടമില്ല. അവൻ പേരിന് സൺഡേ സർവീസാ. അവൻ സൺഡേ ഞായറാഴ്ച മാത്രം വരും, അങ്ങ് പോകും, വീണ്ടും വരും ഞായറാഴ്ച. ഉപാസ മാത്രം വേണ്ട. ഇപ്പൊ അവൻ അതാണ് ഈ ദൈവം പറഞ്ഞ അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ? ഇന്നാർക്കും വിശ്വാസമില്ല, ലോകത്തിന്റെ വിശ്വാസമാണ്. ഇത് ബൈബിൾ ഒരു പ്രീറ്റ വിശ്വാസം. ഞാനിവിടെ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവൻ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മീക ദാനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ വച്ചിരിക്കുന്നതാണ്. ഇതിനകത്തുനിന്നാണ് നിങ്ങൾ ഒഴുകുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒഴുകാൻ പറ്റുന്നില്ല. ആരാധനക്ക് മാത്രം ഒഴുകുന്നില്ല. വീട്ടിൽ രാവിലെ അവൻ അനേക ദൈവദാസന്മാരെ സ്റ്റോറി വാങ്ങി ഞാൻ പറഞ്ഞുതരാം. അവൻ കിരകരം ഭാഷയോട് ചോദിച്ചാ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും വളരെ കാലം ഞാൻ വെളുപ്പാൻ കാലം ഷൗട്ട് അന്യഭാഷ എന്റെ ദൈവം ഷൗട്ട് ഇംഗ്ലീഷ് ഷൗട്ടായി അന്യഭാഷ പറയാം. ആ ഉള്ളിനകത്തും ജലത്തിനകത്തും വെളിപ്പെടുന്ന ഒരു നദിയാ. അവൻ പല നദി ഉള്ളിലിരിക്കുന്നു. അവൻ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. വേദപുസ്തകം പറയുന്നു, അവൻ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിന് അളവിനൊത്തവണ്ണ ഞാൻ ദൈവത്തിന്റെ കൃപയെ കൊടുത്തിരിക്കുന്നു. ദാവീദിന്റെ നിശ്ചല കൃപയാ സഭയ്ക്ക് കൊടുക്കുന്നത്. പഴയ പാട്ടിലകത്ത് പുതിയ നിയമത്തിന്റെ വെളിപ്പാടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നിശ്ചല കൃപയാ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സഭകളിൽ അറിയാതിരിക്കുന്നു, അവൻ വിശ്വാസികൾ അറിയാതിരിക്കുന്നു. അന്നത്തെ ദൈവദാസന്മാരും അറിയാതിരിക്കുന്നു. ദൈവദാസന്മാരെ ഞാൻ മാത്രം വളർന്നാൽ മതി, മക്കളെ ഭാര്യ വളർന്നാൽ മതി, അങ്ങനെയല്ല. ദൈവമക്കളെ വളർത്തി വിടണം സഭകൾ. ദൈവമക്കളെ വളർത്തി ദൈവത്തിന്റെ മുന്തിരിത്തോട് അധ്വാനിക്കാൻ അവരെ ഉള്ളിലിരിക്കുന്ന ആത്മീക താളത്തിന്റെയും ആത്മീക നദിയെയും കെട്ടടിച്ചു വിടുക. ആത്മീക നദി അവരെ ഉള്ളിൽ കെട്ടടിക്കപ്പെടുമ്പോ അവർ ആത്മീക ചൈതന്യമുള്ളവരായി മാറും. മത്യോസ് പൗലോസ് പറയുന്നു, മൂപ്പന്മാർക്കിന്റെ തലയെ കൈവച്ചപ്പോ നിന്ന് നിൽക്കുന്ന കൃപാവരങ്ങൾ ധരിക്കണമെന്ന്. അവൻ ഇന്ന് ദൈവദാസന്മാർക്ക് ധരിക്കാൻ പറ്റുന്നില്ല. ദൈവദാസന്മാർ ബിസിനസ്സിൽ ഇറങ്ങുകയാ. കച്ചവടങ്ങൾ മുടക്കും പോലെ ദൈവദാസന്മാര്. അവൻ ദൈവത്തിന്റെ മേൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനുമല്ല. എവിടെ ദൈവത്തിന്റെ ആരിക്കപ്പെടുമോ അവരെ ദൈവം മാനിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി മനസ്സിലാക്കണേ, ദൈവമക്കൾ വരുന്നാലും അവരെ മാനിച്ച് അവൻ ഇന്ന് രാത്രി മനസ്സിലാക്കണേ, നിങ്ങൾ ഉള്ളി കിടക്കുന്ന ആത്മീക ജലമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ആത്മാവ് തന്നിക്കുന്ന ഹിറ്റ. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, രക്ഷകന്റെ ഉറവയിൽ നിന്ന് ഓരിക്കുണ്ട്. പ്രവചന പുസ്തകത്തിൽ അതിലുള്ളത് 12 രക്ഷകന്റെ ഉറവയിൽ നിന്ന് നിങ്ങൾ കോരി കുടിച്ചവരാ. അവൻ കോരി കുടിച്ച ഉറവയാണ് നിങ്ങൾ ഉള്ളിൽ കിടക്കുന്നത്. പഴയ പാട്ടിൽ അവർ എഴുതി വെച്ചാല് അവരാരും കോരി കുടിക്കാത്തവരാ. പുതിയ പാട്ടിലാണ് എഴുതി വെച്ചേക്കുന്നത്. 11:28 ഇങ്ങനെ പറയുന്നു. അവൻ ഒന്ന് വായിച്ചാട്ടെ.
28:11 ഒരു ആത്മീകമായ അർത്ഥം. ഇവിടെ അല്പം അവിടെ അല്പം. അതിന്റെ 12ാമത്തെ വാക്യം, ഇവിടെ അല്പം അവിടെ അല്പം, ചട്ടത്തിന് മേൽ ചട്ടം, പ്രധാനത്തിലെ പ്രമാണം, പ്രവൃത്തി മറിഞ്ഞു വീഴുന്നു. അങ്ങനെ സഭ ചട്ടത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചട്ടം ഞാൻ പറയുന്നത് ചട്ടം ശരിക്കാൻ പറഞ്ഞ വയ്യ. മറ്റാൾ ശരിയാ, ഈസഹാക്കെന്ന് പറഞ്ഞാൽ ശരിയാ. ഇവർക്ക് തിരിക്കാൻ വയ്യാരാ. ഇവർക്ക് ചിലവർക്ക് സഭയിലാണ് എങ്ങനെ അന്വേഷിക്കുന്നത്. ഇങ്ങനെ മാസം പറഞ്ഞാലും അല്ലെങ്കിൽ സ്വാർത്ഥമല്ല, ആരാധന നടക്കും പാടുമ്പോൾ അവരിങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ഇരിപ്പല്ല അവർക്ക് ഒരു കൈയ്ക്ക് പാടാൻ വയ്യ. കൈരാത്ത് മസിൽസ് പവറിലായിപ്പോയി, കൈസ് പാടി. അങ്ങനെ ഇരിക്കുന്ന കാലമായത് കൈയടിക്കാൻ വയ്യ. അവൻ ആത്മാവിനെ വെളിപ്പെടുത്തുവാൻ വയ്യല്ല. ആത്മാവിനെ ഉള്ളിനെ വെളിപ്പെടുന്നത് ഉയരത്തിൽ നിന്ന് ഒന്നും വരില്ല. അമ്മയുടെ പുസ്തകം പറയുന്നു, അവൻ ക്രൂശിൽ കയറി മരിച്ചു. അവൻ ഭൂമിയുടെ ഭാഗത്തിലേക്ക് പോയി. അവൻ ബന്ധന്മാർക്ക് കൃപാവരങ്ങളെ കൊടുത്തു എന്നാ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പും ചുമതലയെങ്കിലും അറിയാമോ? അവന് എന്താ കേൾക്കുന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്താ പറയുന്നത് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് കേൾക്കുന്നു, പോകുമ്പോൾ അത് ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച കേട്ട ഇടയ്ക്ക് വെച്ച് എന്താ പ്രസംഗിച്ച ഞങ്ങൾക്ക് എന്താ അറിയാം. വേറെ എല്ലാം കൂടെ ഇതൊന്നും അറിയാതിരിക്കുന്ന കാലമാ. നിങ്ങളുടെ ഉള്ളിയിരിക്കുന്ന ആത്മീക കൃപാവരങ്ങൾ വെളിപ്പെട്ടാൽ അവിടെ പറയുന്നു, യെശയ്യാ 28:12 ഇങ്ങനെ പറയുന്നു, വായിച്ചോട്ടെ. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണു, തകർന്ന് കുടുക്കിനകത്തകപ്പെടുന്നത് പിടിപെടേണ്ടതിന് അവർക്ക് ഏതോടെ വചനം എങ്ങനെയാ? ചട്ടത്തിന്റെ മേൽ ചട്ടം, ചട്ടത്തിന്റെ മേൽ ചട്ടം. ഇങ്ങനെ സൂത്രത്തിലാണ് വയ്ക്കുന്ന ജനങ്ങള്. സൂത്രത്തെ വിട്ടു മാറ്റി ആത്മീയത്തിൽ വരട്ടെ. പാസ്റ്റർമാർക്കും സൂത്രമുണ്ട്, പാസ്റ്റർ ഭാര്യമാർക്കും സൂത്രമുണ്ട്, വിശ്വാസികൾക്കും സൂത്രമുണ്ട്. നിങ്ങൾ ആത്മാവ് സൂത്രത്തിന്റെ ആത്മാവെങ്കിൽ ആ സഭയിലത്തെ സൂത്രത്തിന്റെ ആത്മാവ് വരും. അവൻ മനസ്സിലാക്കി. അവൻ സഭയിൽ ഏതെടുക്കുന്നു അതാണ് ഭവനം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉള്ളിനകത്ത് സൂത്രം പറയുന്നത് അതാണ് സൂത്രത്തിന്റെ ഒരു സൂത്രം. ഇതൊന്നും വരാൻ പാടില്ല. നിങ്ങൾ ആത്മീയരാ, നിങ്ങൾ ആത്മാവുള്ള മനുഷ്യരാ. ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവൻ ആത്മാവുള്ളവരല്ല. അവൻ ആത്മാവായി മാറണമെങ്കിൽ നിത്യജീവനെ പോയി കഴിക്കണം. ദൈവം ഉണ്ടാക്കി, ഓക്കെ, ആദാമിനെ ഉണ്ടാക്കി. അവൻ ആത്മീയനല്ല. ആത്മീയ വരണമെങ്കിൽ നിത്യജീവന ഉള്ളിൽ പേകണം. നമ്മൾ നിത്യജീവൻ ഉള്ളവരാ. അപ്പൊ നമ്മൾ ഈ സൂത്രത്തിൽ ഉണ്ടാക്കിയതോ സൂത്രം കൊണ്ട് വന്ന ആര്? പിശാച. ഒരു സൂത്രത്തെ വാരി മാറ്റി വെച്ചിട്ട് ആത്മീകമായ വല്ലതും കിട്ടുമോ, സ്വർഗീയ ദർശനം കിട്ടുമോ എന്ന് നിങ്ങളോട്ടിരുന്നാൽ കൊള്ളാം. ഞാനിന്ന് ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചപ്പോ കണ്ടു, അവകാശവാദങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ മീനിന്റെ വാല പിടിച്ചിരിക്കുന്നത്. അവൻ ക്രിസ്തുവിന്റെ തലയില്ല പിടിക്കുന്നത്, വാലില. ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എങ്ങനാ? അപ്പൊ മനസ്സിലാക്കിയ ഇന്ന് രാത്രി നിങ്ങളെ മനസ്സിലാക്കിയിട്ട് പോയ നിങ്ങളെ ഉള്ളിലിരിക്കുന്ന ഹുക്ക വരിക. ഇതറിയാൻ പറ്റില്ല. ഒരു ദൈവിക വെളിപ്പാടാ ദേശത്തെ ഇളക്കി മാറ്റിക്കളയും. ഇന്ന് രാത്രി മനസ്സിൽ ഒരു വെളിപ്പാട് നമ്മൾ രാത്രി നമ്മളെ പ്രാർത്ഥിക്കും പറയും, ആ മഴ പെയ്യുന്നു, നാളെ മഴ പെയ്യും. അത് പെയ്തിട്ടുണ്ട്. ഒരിക്കൽ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പട്ടണത്തിന് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ വിറ്റാഴ്ച മനസ്സിലായി. തൊത്തുകൂടി മൊത്തം അങ്ങനെ അവസാനിച്ചു വന്നു. അപ്പൊ മനസ്സിലാക്കണേ, ആത്മീക കാഴ്ചപ്പാടുള്ള ദൈവസഭയെങ്കിൽ വിശ്വാസികൾക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ വിചാരം ദുർമന്ത്രവാദം തകർക്കുന്നത് ആത്മീകമായ കൃപാവരകളാ, ആത്മീകമായ താളന്ത, ആത്മീകമായ കാഴ്ചപ്പാട്, ആത്മീകമായ അന്യഭാഷ. സഭകൾക്ക് അന്യഭാഷ എന്താണെന്ന് അറിയില്ല. അന്യഭാഷ വെളിപ്പെട്ടാൽ അവൻ പിശാചിന് നിൽക്കാൻ പറ്റില്ല. ഓരോ റോബർട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇഴുത്ത് നടക്ക്. എങ്ങനെയോ അന്യഭാഷ വിട്ട് അവന് അന്യഭാഷ പറയാൻ തുടങ്ങി. മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞപ്പോ അവന്റെ രോഗം മാറി. വയൽ പ്രദേശത്തിൽ നടന്നുകൊണ്ട് പോയപ്പോ ദൈവം പറഞ്ഞു, നീ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. ഇവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ അവൻ എഴുതാൻ പറഞ്ഞു. ഇവൻ എഴുതിയിട്ട് അതെടുത്ത് വായിച്ചു നോക്ക്. 5000 ഏക്കർ വായിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഓരോ റോബർട്ടേയുടെ ദൈവദാസം പണിയുന്ന ഓരോ റോബർട്ടേയുടെ ആ യൂണിവേഴ്സിറ്റി ഏറ്റവും വലുത് 5000 ഏക്കറിനകത്ത് ഒരു യൂണിവേഴ്സിറ്റി അന്യഭാഷ കൊണ്ടുവന്നത്.
അന്യഭാഷ അത്രയ്ക്ക് പവറാ. മണിക്കൂർ കണക്കിന് വീട്ടിൽ നിന്ന് അന്യഭാഷകൾ നിങ്ങൾ ആത്മീയമായ മാറിപ്പോ, ആത്മീയ താളമുള്ളവരായി മാറിപ്പോ. നിങ്ങൾക്ക് ആർക്കും പറയാൻ വയ്യാതെ അവര് പഴയ അമ്മച്ചിമാര് രണ്ടോ മൂന്നോ വാക്ക് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്ന് അനേക വിശ്വാസികള് അവർ പണ്ട് വായിച്ച കത്തി നീരക്കുന്ന കത്തി ഇങ്ങനെ തേച്ച് ഒരേ വാക്ക് തേച്ച് അതൊക്കെ മാറ്റി വെച്ചിട്ട് ആത്മീക ഉറവല്ല. അവൻ പറയുന്നു 14 അമ്മച്ചയോ ഒന്നുവരെ പറഞ്ഞത് ഒരുത്തര് പല പല ഭാഷയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഭാഷയുടെ ദൈവദാസന്മാരും കഴിക്കുന്ന വിശ്വാസികള് ഒരു അമൽ ഉറവ വെളിപ്പെടുന്നില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യെശയ്യാവ് 22 ഇങ്ങനെ പറയുന്നു, അന്യന്മാരെ അതരത്തോട് ഞാൻ വിക്കി വിക്കി പറയുന്ന അതരത്തിൽ നിന്ന് അന്യഭാഷ പുറപ്പെടും. ഇങ്ങനെ പറയുന്നത് വിക്കി വിക്കി പറയുന്ന അതരത്തിൽ നിന്ന് അന്യഭാഷ പുറപ്പെടും എന്നാ പറയുന്നത്. വിക്കി വിക്കി തിക്കിലാവും. അവൻ അന്യഭാഷയുടെ തിക്കാ വരുന്ന ആദ്യം തിക്ക് വിക്കി വന്നിട്ടാ അവൻ കരത്തിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ഉറവുകളാണ് വെളിപ്പെടുത്തുന്നത് ഈ അന്യഭാഷയാ. ഉറവ തിക്കുകളാവോളെ തിക്കി തിക്കി വരുന്ന നാവിന് അന്യഭാഷ ഒറ്റ ഭാഷയാ. പിന്നെ കടല് പോലെ അത് പായാൻ പോലും മണിക്കൂറുകളൊക്കെ അന്യഭാഷ പറഞ്ഞു വെച്ച് ആത്മീക ജീവിതം ചേർന്നാവും. ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 21-ഉം 22 വാക്യം വായിക്കുമ്പോൾ അവിടെ അറിയാം. 20-21 വായിച്ചാട്ടെ. സഹോദരങ്ങളിൽ കുഞ്ഞുങ്ങളാകല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും, ബുദ്ധിയിലോ മുതിർന്നവരാകരുത്. അവൻ നിങ്ങൾ ബുദ്ധിയിൽ മുതിർന്നവരാകാൻ പറയുന്നു, ശിശുക്കളാകരുത്. അടുത്ത വാക്യം പറയും, അവിടെ പറഞ്ഞിരിക്കുന്നു അന്യഭാഷകളാലും അന്യന്മാരും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുന്നു എങ്കിലും അവരെന്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് ദൈവം ചെയ്യുന്നു. അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കി നമ്മൾ അന്യന്മാരോട് ദൈവത്തോടാണ് വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. സഭ അറിയാതിരിക്കുന്നു, ദൈവസഭ അറിയാതിരിക്കുന്നു. ആത്മീകമായത് വെളിപ്പെടുമ്പോ അവൻ ജഡീകം നഷ്ടപ്പെട്ടു പോകും. ആത്മീകം വെളിപ്പെടാതിരിക്കുമ്പോ ജഡീകം വരികയാ പ്രശ്നം. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണേ, ഒരിക്കൽ ജലത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിനാൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് നമ്മളെ ഉള്ളിൽ ആ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത്. നമ്മളെ ഉള്ളിൽ ഒരു കിണർ കിടപ്പുണ്ട്. അവൻ ഒഴുകിപ്പായുന്ന കിണറ്. ഞാനൊരു കാഴ്ചപ്പാട് അറിയാം. അവൻ എങ്ങനെയാണ് അഭിഷേകം ചെയ്യുന്നതെന്ന്. അവൻ ദൂതൻ ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ബുദ്ധുവിന്റെ കയ്യിൽ അവൻ നേരെ കൊണ്ടുവന്ന് അവൻ ദാഹമുള്ളവരെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒഴിച്ചിട്ട് അടുത്തൊന്ന് കൊണ്ടൊന്ന് തലയിൽ ഒഴിക്കും. ദൂതനാണെങ്കിൽ അഭിഷേകം ചെയ്യുന്നത്. പൈസളോ ഹല്ലേലൂയ. ദൂതൻ ഇങ്ങനെ അഭിഷേകം ചെയ്യാറുണ്ട്. ഇത് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിന് ആത്മീകമായി വെളിപ്പെടുന്നത്. അവൻ ആത്മീകം വെളിപ്പെടുമ്പോ ഇങ്ങനെ മാംസത്തുള്ള ചെടികൾ ചാകയാണ്. എപ്പോഴും ചിന്ത ഉണ്ടാകും, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവത്തിന് സ്വർഗീയ ദർശനം കിട്ടണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. യഹസ്കേൽ ഇങ്ങനെ പൊക്കണ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം. അവൻ ദൈവത്തിന്റെ ആത്മാ യഹസ്കേലെ പൊക്കിക്കൊണ്ടുപോകും. അവൻ എല്ലാ കുറകളെയും കാണിച്ചു കൊടുക്കും. അതാ ഒരു പ്രവാചകന്റെ ഒരു ചരിത്രമാണ് പറയുന്നത്. അവനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പൊക്കയാ. അവൻ പൊക്കുവാൻ കാരണമുണ്ട്. അവന് നിങ്ങൾ യഹസ്കേൽ 14:47 വീട്ടിൽ പഠിച്ചാൽ അവിടെ കാണും. ദൈവത്തിന്റെ ആത്മാവിനെ പൊക്കി എടുത്തുകൊണ്ട് ജനങ്ങളെ പാവങ്ങളെ വിളിച്ചു കാണിക്കുന്നു. അന്ന് രാത്രി മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ ആത്മാവോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ പാവ സ്വഭാവം എല്ലാം വിട്ടുമാറ്. അവന് നമ്മളെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലോ അതേ വിട്ടുമാറ്. അവൻ പ്രസംഗിക്കുന്ന ഒരു വലിയ കൊമ്പൊന്നില്ല. അതെല്ലാം ദൈവത്തിനോട് എല്ലാവരും ഇങ്ങനെയുള്ളവരാ. വലിയ ആളായാലും ശരിയായാലും ഉന്നതനായാലും താഴ്ന്നവനായാലും എല്ലാരും ചെറിയ ആൾക്കാരാ. പക്ഷെ നിങ്ങളെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതാ വലുത്. ഇത് മനസ്സിലാക്കി നിങ്ങൾ ജയിച്ചവരാ. ഞാനിന്ന് ഒന്ന് പത്രോസ് വായിച്ചപ്പോ അതിനകത്ത് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചെന്നാ പറയാം.
ഞാൻ പിന്നീട് എടുത്തുതരാം. അതിനകത്ത് കണ്ടുപിടിച്ചൊരു കാര്യം, ദൈവം പറഞ്ഞ ഒരു കാര്യം അറിയാമോ? ക്രിസ്തുവിന്റെ വിലയേറപ്പെട്ട രക്തമാണ് ഇത് വ്യാപരിക്കുന്നത്. ആ രക്തമാണ് ഇവിടെ വ്യാപരിക്കുന്നത്. രക്തം അന്യഭാഷ വെളിപ്പെടുന്നത്. ആ രക്തത്തിന്റെ ശക്തി നിങ്ങൾക്ക് അറിയല്ല. രക്തത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ നിങ്ങൾ ആരാണെന്നറിയും. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ അസാധാരണമായിട്ടുള്ളവരാ. നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കുന്നവരാ. നിങ്ങൾ സാധാരണ ഒരു വ്യക്തി നിങ്ങളായിരിക്കരുത്. നമ്മളായിരിക്കുന്ന സാധാരണ വ്യക്തി അവൻ നമ്മൾ ഒടുക്കപ്പെട്ടവരല്ല. നിങ്ങൾ ധൈര്യമുള്ളവരാ. നിങ്ങളെ ശത്രു ജയിക്കാൻ കൂടി ദൈവം വിളിക്കപ്പെട്ടവരാ. നിങ്ങളുടെ ആത്മീകമായത് നിങ്ങൾ രാവിലെ 1 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു നോക്ക്. അന്യഭാഷ പറയുമ്പോ ആത്മീകമായുള്ള ചൈതന്യമുണ്ടാകും. സകല ബലഹീനങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും. അന്യഭാഷ പറയുമ്പോൾ തന്നെ ആത്മീക ചൈതന്യം ഉണ്ടാകുന്നു. ആത്മീക വെളിപ്പാടുകൾ തുറക്കുന്നു. ആത്മീക കാഴ്ചപ്പാടുകൾ തുറക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നില്ല, കിട്ടുന്നില്ല. അത്തരത്തിൽ നിന്ന് വെളിപ്പെടുന്നത് ആത്മീകമായുള്ള ദൈവശക്തി. ആമേൻ. ഇപ്പൊ നിങ്ങൾ വായിക്കാം സങ്കീർത്തനം 36 8-9 വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആത്മീകത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കും. എന്റെ ആലയത്തിന്റെ പുഷ്ടി അത് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കാൻ പറയുന്നു. നിന്റെ ആനന്ദ നദി അവൻ പൈതോ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നത്. ആലയത്തിനൊരു പുഷ്ടിയുണ്ട്. അവൻ പഴയ പാട്ടിനകത്ത് ആലയത്തിനകത്ത് പോയാൽ ആ പുഷ്ടി, പുതിയ പാട്ടിനകത്ത് നിങ്ങളെ ആലയം, ഇതിനകത്ത് പുഷ്ടി ഇരിക്കുന്നത്, ഇതിനകത്ത് പുഷ്ടി. അവൻ പാണ്ഡിത്യയും കാമ്പ്രാനും അല്ല പുഷ്ടി, ഇതാ പുഷ്ടി. ആനന്ദ നദി. ആനന്ദം എന്ന് പറഞ്ഞറിയാമോ? സന്തോഷം. സന്തോഷ നദിയെ നിങ്ങളതിനകത്ത് കുടിച്ചിരിക്കുന്നു. യെശയ്യാവ് 10:28 പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിന്റെ പുഷ്ടിയാൽ മുഖങ്ങൾ തളരപ്പെടും. അത് ആനന്ദ നദി കുടിച്ചവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് അവൻ മുഖങ്ങൾ പൊട്ടപ്പെടുന്നു. അത് അന്യഭാഷയുടെ ഒരു പ്രവൃത്തി. ജാൻജിയിലേക്ക്, നിങ്ങൾക്കറിയില്ല എന്നറിയില്ല, ജാൻജിയിലേക്ക് 5 വർഷത്തെ ആഫ്രിക്കൻ മിനിസ്ട്രി, അന്യഭാഷയില് വൃദ്ധനായവൻ, അന്യഭാഷ മണിക്കൂറുകളൊക്കെ പറയുന്ന ആളാ അവൻ. അവിടെ ഒരു ഭയങ്കര രോഗം. കക്കുന്നവര് ആ കക്കുന്ന സർത്തിനകത്തുനിന്ന് അത് കൈവച്ചാൽ അവർ ചാവും. അങ്ങനെ ആഫ്രിക്ക കണ്ടത്തിലൊരു ഭയങ്കര രോഗം. ഇവരങ്ങ് ഇറങ്ങിച്ചെന്നു മിഷണറി ശുശ്രൂഷയ്ക്കരുത് ജാൻസിയിലേക്ക്. ആ സർത്തിൽ അവൻ കയ്യിലെടുത്തു. എല്ലാവരും പറഞ്ഞു ഇഞ്ചക്ഷൻ എന്ന്. വേണ്ട, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ ഞങ്ങളിൽ ഇരിക്കുന്നത്, എനിക്ക് ഇഞ്ചക്ഷൻ ആവശ്യമില്ല. പൊതുരാത്രി മനസ്സിലാക്കണമേ. 5 വർഷത്തില് അവൻ അനേകായിരം സഭയെ സ്ഥാപിച്ച് എത്ര ആയിരം പാസ്റ്റർമാരെ ആഫ്രിക്ക കണ്ടെത്തി 5 വർഷത്തിൽ നേടിയുണ്ട്. ജാൻസിയിലേക്ക് അയാൾ ആ അന്യഭാഷ പറഞ്ഞിരിക്കും. അവനെ തൂക്കിയെടുത്തോട് ചിലപ്പോൾ പോകാറുണ്ട്. എവിടെയെങ്കിലും അടുത്ത രാജ്യത്തിൽ അവനെ തൂക്കിയെടുത്തില്ല, അവിടെ രോഗിക്ക് സൗഖ്യമായിട്ടുണ്ട്. ജാൻസിയിലേക്ക് അത്രയ്ക്ക് അന്യഭാഷ വലുതാ. നമ്മളെ ആൾക്കാര് അത് സാധാരണക്കാരായി വിട്ടുകളഞ്ഞു. ആലയത്തിന് വരുമ്പോ മാത്രം കൈയടിച്ചാൽ അത് വരൂ. അവരെ ചിന്ത എങ്ങനെയാ? കൈയടിച്ചാലേ വരൂ. അന്യമായ കൈയടിക്കല ആത്മീകമായ ഒഴുകുക. ഇതാ ഒഴിയാൻ, ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും, ഇത് പാഞ്ഞുകൊണ്ടേയിരിക്കും. ഈ നദിയ പോകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികളെ ജീവൻ പ്രാപിക്കുന്നത്. നമ്മളാരും ഒഴുകുന്നില്ല. ആലയത്തിന് മാത്രം ഒഴുകി കിടക്കും. ഞാൻ നടക്കുമ്പോൾ അന്യഭാഷ പറയും. ആർക്കും അറിയില്ല ഞാൻ അന്യഭാഷ പറഞ്ഞു നടക്കുന്നു. ചിലവര് കേൾക്കും വായിലെന്താ വെച്ച് മിണങ്ങണ എന്നാണ്. അപ്പൊ പറയും ഞാൻ അന്യഭാഷ പറയാ. അന്യഭാഷ ആർക്കും അറിയില്ല. അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഉള്ളിനകത്ത് വചന വെളിപ്പാട് വരും ദൈവം. അതാ അന്യഭാഷ. അപ്പോ അന്യഭാഷ പറയുമ്പോഴേ അവർ നിങ്ങൾ പച്ചി വിരുത്തി ഉണ്ടാക്കുന്നു. ഇതാ സംഭവം. അന്യഭാഷ ഉണ്ടാകുമ്പോ
പട്ടി വിരുത്തി ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ അല്പം ഇവിടെ അല്പം, സൂത്രവും ചട്ടത്തിന് മേലെ ചട്ടം, പ്രമാണത്തിനല്ല, അതുകൂടെ വരുന്നില്ല. അവരുടെ സൂത്രമെല്ലാം മാറി ദൈവത്തോട് ആത്മാവ് ചേരുകയാ. ദൈവത്തോട് ആത്മാവ് ഇങ്ങനെ ചേർന്നിരിക്കയാ. ദൈവത്തോട് ആയിരിക്കുന്ന അന്യഭാഷ പറയുമ്പോ എന്ന് പറഞ്ഞ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ലേ, അത് മാംസത്തോട് സംസാരിക്കുന്നത്. അന്യഭാഷ മാത്രം ദൈവത്തോട് സംസാരിക്കുന്നു. ലോകത്തിലെല്ലാം അനേക ഭാഷകളുണ്ട്, പിശാചിനറിയാം. പക്ഷെ അന്യഭാഷ പിശാചിനറിയില്ല. പിശാചിനറിയില്ല, അത് മനസ്സിലാക്കണം. പിശാചും അന്യഭാഷ പറയും. പിശാച് തുള്ളുമ്പോ അന്യഭാഷ പറയുന്നത് എനിക്കറിയാൻ, ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ നേരത്തെ പിശാച, നിന്റെ അന്യഭാഷ, നീ കള്ള പിശാച, നിന്റെ അന്യഭാഷ അത്രയ്ക്കേ ഉള്ളൂ. അതോ മനസ്സിലാക്കണമേ, നിങ്ങൾ മറ്റുള്ളവരെ സംസാരിക്കുന്നത് കാട്ടില് അന്യഭാഷ പറഞ്ഞു നോക്കി. ഞാൻ ഇന്നും 1.5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞ ആളാ. കൈക്കോട്. അപ്പൊ മനസ്സിലാക്കണേ, അന്യഭാഷ പറയാതെ അന്യഭാഷ ആത്മീകമായ ഞാനൊരു കാറ്റ് പോലുള്ള നടക്കുന്ന മനുഷ്യൻ അന്യഭാഷ പറയുമ്പോ, അല്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞിരിക്കുമ്പോ ഞാൻ ലോകത്തിന്റെ കാരണമായിരിക്കുന്നു. പക്ഷെ അന്യഭാഷ പറയുമ്പോ ഞാൻ ലോകക്കാരല്ല, ഞാൻ ദൈവത്തോട് വൻ കാര്യങ്ങൾ പ്രസ്താവിച്ച് ദൈവത്തിന് വേണ്ടി നടക്കുക ചെയ്തത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണമേ, അന്യഭാഷ സംസാരിച്ചവര്, ആനന്ദ നദി വിളിച്ചവര് അതിനകത്തുനിന്ന് വെളിപ്പെടുക. അതിനകത്ത് കരച്ചിലും പല്ലുകടിയും ഇല്ല, അതിനകത്ത് മുറിവുറപ്പുമില്ല. പഴയ ഏർപ്പാട്ടിനകത്ത് നിങ്ങൾക്ക് വായിച്ചറിയാം, പഴയ ഏർപ്പാട്ടിനകത്ത് സ്നാനമെടുത്തുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇസ്രായേൽ മക്കൾ സ്നാനമെടുത്തവരാ. അവര് ചെങ്കടലിൽ കൂടാനുമ്പോ സ്നാനമെടുത്തവരാ. അവർ അന്യഭാഷ പറഞ്ഞില്ല, പക്ഷെ അവര് സ്നാനമെടുത്തു. അവര് ഏത് നദി കുളിച്ചു? അവർ ആത്മീക ഭാരയിൽ നിന്ന് ആത്മീക ഭാര്യയെ കുടിച്ചു. എന്നാൽ അവര് കറുപെടുത്ത് എല്ലാവരും വേദമായി അവൻ അത് ദൃഷ്ടാന്തമായി എഴുതി വെച്ചിരിക്കുന്നു. അവൻ മോശയെടുത്ത് പറഞ്ഞു, നീ സംസാരിക്കാൻ പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോ ജലം വന്നു. വീണ്ടും പറഞ്ഞ് മോശത്തെ അടിക്കാൻ പറഞ്ഞു, ജലം വന്നു. അവിടെ മനസ്സിലാക്കണമേ, അടിക്കാൻ പറഞ്ഞില്ല, സംസാരിക്കാൻ പറഞ്ഞത് ഒറ്റയാടി. യേശു ക്രിസ്തുവിന് ആദ്യ അടി കൊടുത്ത മോശയാ. പാറയിൽ ഒറ്റ അടി, ദേശത്തിൽ ഒറ്റ അടി അടിച്ചു. അവൻ വിശ്വാസികളെ കുഴപ്പം കൊണ്ട ദൈവദാസൻ അടിച്ചത്. അത് മുഖാന്തരം കാനാൻ ദേശത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസികൾ ഏത് മതത്ത് എങ്ങനെ പെട്ടവരെന്ന് ആ പഴയ ഏർപ്പാടിനെ ചിന്തിച്ചു നോക്ക്. ഈ ചിന്തിക്ക് നോക്കുന്ന ദൈവദാസൻ വഴി നടത്തുന്നത് ചിന്തിച്ചോ, അല്ല നോക്കി. അതോടെ ഒരു കാനാൻ ദേശം പോകാൻ പറ്റില്ല. അപ്പൊ മനസ്സിലാക്കണേ, അതൊരു ദൃഷ്ടാന്തമായി എഴുതി വച്ചിട്ടില്ലേ. ആത്മീയ ഭാര്യ കുടിച്ചവരെല്ലാം വീണു പോയില്ലേ. നമ്മൾ വീഴാനല്ല ഇവിടെ പറയുന്നത്. അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയത്തിൽ കിട്ടാനാ പറയുന്നത്. നിങ്ങൾ ആത്മീയ ദാഹം വിക്ഷേക്ക് പറയുന്ന അതരത്തിൽ അന്യഭാഷ വരങ്ങൾ പുറപ്പെടണം. അവൻ വേദപുസ്തകം പറയുന്നു, യശയാപ്രവചനം പറയുന്നു, ഉയരത്തിൽ ശക്തി ഓടിച്ച് ലഭിച്ചോ ഹേരിസിനെ പ്രാക്കാൻ പറയുന്നു. അത് ലൂക്കോസിനകത്തുണ്ട്. അപ്പൊ നിങ്ങളെ ഉള്ളിനകത്തിരിക്കുന്നത് വെളിപ്പെടണം. ദൈവം തന്നത് വെളിപ്പെടാനുള്ള പ്രയോജനമല്ല. ദൈവം തന്നിരിക്കുന്ന ആത്മീക നദികൾ നിങ്ങൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്കൊരു പ്രയോജനമില്ല. എല്ലാ സംഗീതക്കാരൻ പറയുന്നു, അവൻ നൃത്തക്കാരും സംഗീതക്കാരും ഒരുപോലെ ആത്മാവിനെ വെളിപ്പെടുത്തുമെന്ന്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണമേ, ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴേ അവൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉള്ളിലായിരിക്കുന്നത്, പുറമായ ശരീരത്തിലില്ല. സിംസോന്റെ ശരീരത്തെ പുറത്തിൽ വന്നത് പോലല്ല, ഇത് അകത്തിൽ കൂടെ വ്യാപരിക്കുന്നത്. അവൻ ഉള്ളിനകത്ത് സ്ട്രോങ് ഇല്ല. അവന് പുറമേ സ്ട്രോങ്, നമ്മൾ ഉള്ളിനകത്ത് സ്ട്രോങ്. ആ ഉള്ളിന് ആ സ്ട്രോങ് വെളിപ്പെടുമ്പോ, അന്യഭാഷ പറഞ്ഞ് വെളിപ്പെടുമ്പോ പുറമേ ഇരിക്കുന്ന എല്ലാ ശക്തികളും കൊട്ടങ്ങ് പൊട്ടുകയാ. ഇത് മാത്രം സഭ അറിഞ്ഞു കഴിഞ്ഞാൽ സഭ ഇങ്ങനെ അന്യഭാഷയ്ക്ക് ഇങ്ങനെ മഹത്വം നൽകും. അന്യഭാഷ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തണം. അവൻ നമ്മൾ ആരാധിക്കുമ്പോഴുള്ള മാത്രമല്ല അന്യഭാഷ, നിങ്ങൾ അന്ന് അത് ഒഴുകപ്പെടണം. അത് ഒഴുകിയിട്ടേയിരിക്കണം. ഒഴുകി ആത്മീക കൃപയായി അത് വ്യാപരിക്കാൻ തുടങ്ങും. വേദപുസ്തകത്തിനകത്ത് ബെന്തക്കോസ്ത് സാമ്രാജ്യത്തിനകത്ത് അന്യഭാഷ ബെന്തക്കോസ്റ്റിനകത്ത് മുതൽ പോയത് ആദ്യം കൊണ്ടുവരുന്നത് ആത്മാവിന്റെ പകർച്ച വെളിപ്പെടുന്ന അന്യഭാഷയാ. അന്യഭാഷ വെളിപ്പെടുത്താൻ നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലായി. ഈ ഒരു ആത്മീയ ശക്തി വെളിപ്പെട്ട നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ പറയണമെന്ന് നിങ്ങൾക്കറിയില്ല, ദൈവത്തിനറിയാം എൻ്റെ അടുത്ത് എന്താ പറയണേന്ന്. മനുഷ്യനറിയാൻ പറ്റില്ല, ദൈവത്തിനറിയാം. അവൻ ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോകുന്നത് 2ാം പാട്ട് പിന്നെ എടുക്കാം. 87-ാം സങ്കീർത്തനം ലാസ്റ്റ്. എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. അവർ ഉറവുകൾ ദൈവത്തിലായിരുന്നത്. പഴയ പറഞ്ഞു, നിന്റെ ഉറവുകളൊക്കെ ദൈവത്തിലായിരിക്കുന്നത്. ഞാൻ പറയുന്നു, എന്റെ ദൈവത്തിന്റെ ഉറവ് എല്ലായിരിക്കുന്നത്. ഞാനോർത്തം
ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ആ സങ്കീർത്തനം മൂലം അവൻ അന്യഭാഷ പറയുന്നത്, ആ ഉറവ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, പുറത്തില്ല നമ്മുടെ ഉള്ളില്. ഈ ഉറവയ ദൈവമക്കളെ ശരീരത്തിൽ നിന്ന് വെളിപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെലിസ്ത്യൻ തടുത്തു വച്ചിരിക്കുന്നത്, അവൻ കുഴിച്ചിട്ടത്, ഫെലിസ്ത്യൻ മൂടിക്കളഞ്ഞത്, അവൻ ഇസഹാക്ക് തുറന്നത്, ഇന്ന് രാത്രി മനസ്സിലാക്കി നമ്മളിലുള്ള ചില തുറക്കപ്പെടണം. തുറന്നു കഴിഞ്ഞാൽ നമ്മളാ ആനന്ദ നദിയെ വെളിപ്പെടുത്തുന്നത്. കണ്ണുകൾ അടയ്ക്കാം.